Meet the editors. ഇതല്ലേ കേരള സ്റ്റോറി. നമുക്കിപ്പം പിയ സുനിൽ കൂടി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ എ പി കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ നേതാവ്, ഇന്ത്യൻ ഗ്രാൻഡ് ഓൾഡ് മുഫ്തി എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും നിർണായകമായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള നീക്കങ്ങളും അതിന് പ്രത്യേകം പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. പി എസ് സുനിലുണ്ട് നമുക്കൊപ്പം. പി എസ് സുനിൽ, ഗുഡ് ഈവനിങ്. പി എസ് സുനിൽ, എന്തായാലും ഒരു നാട് മുഴുവൻ കാത്തിരുന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാപ്പ്. അത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു വലിയ നൂൽപ്പാലം തിരിച്ചു കിട്ടുകയാണ് നമ്മുടെ നിമിഷപ്രിയയ്ക്ക്. കാരണമായത് കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ, കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഇടപെടലുകളുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതല്ലേ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി. തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും ശക്തമായ കേരള സ്റ്റോറി, മാനവികതയുടെ, മാനുഷികതയുടെ കേരള സ്റ്റോറി എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാം, ഉറച്ച് ചൂണ്ടിക്കാണിക്കാനാകും. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, എത്രയോ മാസങ്ങളായി നിമിഷപ്രിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിമിഷപ്രിയയെ സഹായിക്കാനായി, നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി, വധശിക്ഷ നീട്ടിവെക്കുന്നതിനായി ഒക്കെ തന്നെ വലിയ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. സേവ് നിമിഷപ്രിയ ഫോറമൊക്കെ തന്നെ രൂപീകരിച്ച് ഒരുപാട് പേർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാൻ പോകുന്നു, അതിനായി യമൻ ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും അതിനുശേഷം വലിയ നീക്കങ്ങൾ, തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി വലിയ നീക്കങ്ങൾ തന്നെ നടത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ നിർണായകമായത് തീർച്ചയായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സൂഫി പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ഉമറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിലാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആശാവഹമായ തീരുമാനമാണ്. എല്ലാവരും നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു. നമ്മളിന്ന് രാവിലെയൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഏതായാലും അത് ഒരു ശുഭദിനം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇന്ന് ആ തീരുമാനം വരികയും ചെയ്തു. ഏതായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ, 2023 ഫെബ്രുവരി മാസത്തിലൊക്കെ തന്നെ ഈ വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പോൾ സാധ്യമായതൊക്കെ ചെയ്യും എന്നാണ് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പിന്നീട് വീണ്ടും സമാനമായ ചോദ്യം പാർലമെന്റിൽ ഉയർന്നു വന്നപ്പോൾ അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ഇതൊരു സ്വകാര്യ വിഷയമാണ് എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി എത്തിയ അറ്റോർണി ജനറൽ പറഞ്ഞത്, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സാധ്യമായത് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല, ബ്ലഡ് മണി നൽകി ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുന്ന ഒരു നീക്കത്തിലേക്കൊക്കെ തന്നെ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് ഇടപെടൽ നടത്തുന്നതിന് തടസ്സമുണ്ട്. വേണമെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബങ്ങളും അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അക്കാര്യത്തിൽ സ്വകാര്യ ചർച്ചകൾ നടത്തട്ടെ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ കൈയൊഴിയുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സാധ്യമായത് ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഈ വിഷയത്തിനായി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചതായി അറിയില്ല. നമുക്കറിയാം, ഇറാനുമായി കേന്ദ്ര സർക്കാരിന് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യ വക്താവ് നേരത്തെ ഇന്ത്യയിലെത്തിയപ്പോൾ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇറാനുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയതായി അറിയില്ല. കാരണം ഇറാനും യമനുമായി ഒക്കെ തന്നെ വളരെ അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഇറാനുമായി ഒരുപക്ഷെ ഇങ്ങനെയൊരു ചർച്ച നേരത്തെ ഇന്ത്യ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ
ഇത്രയും വരെ ഈ കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. ഒരു ഡിപ്ലോമാറ്റിക് പരിമിതി ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അതിന്റെ ആവർത്തനം തന്നെയായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിലും കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് കാന്തപുരം വളരെ ശക്തമായ ഒരു നീക്കം ഈ വിഷയത്തിൽ നടത്തി എന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമാണ്. അത് കേരളത്തിന്റെ ഒരു സ്റ്റോറി തന്നെയാണ് എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഈ ദിവസം തീർച്ചയായും കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മാറ്റം എന്നത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി എന്നതാണ്. ഇതുവരെ നിമിഷപ്രിയയുടെ മോചനത്തിനായി വലിയ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഈ ചർച്ചകളിലേക്ക് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും നടന്ന ചർച്ചയിൽ ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ പങ്കാളികളായി. അവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില വിഷയങ്ങളിൽ അവരുടെ വിയോജിപ്പുകൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ചർച്ച നടത്തി. ഏതായാലും ഈ ചർച്ചകൾ തുടരേണ്ടതിന്റെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമാണ് ഏതായാലും ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇനി ദിയ ധനം കുടുംബം കൈപ്പറ്റുമോ, അത് കൈപ്പറ്റിക്കൊണ്ട് കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ? അങ്ങനെ മാപ്പ് നൽകിയാൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അപ്പോൾ അത്തരം തീരുമാനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സ്വാഭാവികമായും സനായിലെ ഗോത്രവർഗമൊക്കെ തന്നെ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കൂടി സമവായ ചർച്ചകൾ ഉണ്ടാകണം. അവരെ കൂടി വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ വലിയൊരു കടമ്പ ഇനി ഇക്കാര്യത്തിൽ ബാക്കിയുണ്ട്. ഏതായാലും ആ ഒരു കടമ്പ കൂടി മറികടക്കാനുള്ള വലിയൊരു ശ്രമങ്ങൾ തുടരട്ടെ. അതിന് കാന്തപുരത്തിന്റെയൊക്കെ തന്നെ ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകണം. അതുകൊണ്ട് ഈ കേരള സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടർച്ചയാണ്. പലപ്പോഴും കേരളത്തിന്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ കേരള സ്റ്റോറി നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. അതൊക്കെ തന്നെ നൽകുന്ന സന്ദേശമല്ല ഇത് കാന്തപുരത്തിന്റെ ഈ ഇടപെടൽ നൽകുന്നത്. ഇതിൽ ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഐക്യത്തിന്റെ സന്ദേശമുണ്ട്, മതേതരത്വത്തിന്റെ സന്ദേശമുണ്ട്, മാനുഷികതയുടെ സന്ദേശമുണ്ട്. അങ്ങനെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് കാന്തപുരം ഈ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും വളരെ ശക്തമായി നീങ്ങാൻ കാന്തപുരത്തിന് കഴിയട്ടെ. വലിയ പരിമിതികൾ കേന്ദ്ര സർക്കാരിനുള്ളപ്പോഴും അങ്ങനെയൊരു ഇടപെടൽ നടത്താനുള്ള ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇടപെടലും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സമീപനമായിരുന്നു പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു കാണിച്ചത്. പാർലമെന്റിൽ അടക്കമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മറുപടി, ഈ നിലപാട് സ്വീകരിച്ചത്. ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് 2 തവണ 2 അഭിപ്രായമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഈ വിഷയം വളരെ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനു വിരുദ്ധമായി തീർച്ചയായും മറ്റൊരു വഴിയിലൂടെ ചർച്ചകൾ മുന്നോട്ട് പോയി നിമിഷപ്രിയയ്ക്ക് ആശ്വാസമായ ഒരു സാഹചര്യം ഏതായാലും ഇന്ന് യമനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇതൊരു വലിയ ഒരു പരിശ്രമത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഏതായാലും ആ തുടക്കം വലിയ വിജയമായത് തീർച്ചയായും ഈ ഒരു കേരള സ്റ്റോറിയുടെ കൂടി വിജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. താങ്ക് യു സുനിൽ. തീർച്ചയായിട്ടും സ്മൃതി, ഇത് വല്ലാത്തൊരു നിമിഷമാണ്, വളരെ വൈകാരികമായൊരു നിമിഷമാണ്. എനിക്കൊന്ന് സ്മൃതി വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ആ വാർത്ത നമ്മളാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇന്നലെ മുതൽ തന്നെ പിയ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വധശിക്ഷ നീട്ടിവെച്ചേക്കും എന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിപ്പുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനകത്തൊരു ജാഗ്രത പാലിച്ചു. നമ്മൾ തന്നെ ആ വാർത്ത ഇന്ന് കേരളത്തെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സന്തോഷകരമായ കാര്യം, റിയൽ കേരള സ്റ്റോറി അല്ലേ? റിയൽ കേരള സ്റ്റോറിയാണ്. ഇതിൽ ഞാൻ സർക്കാരുകളെ കുറ്റപ്പെടുത്താൻ എനിക്ക് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എവിടെ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമാണല്ലോ. നിമിഷപ്രിയ ഇപ്പോൾ ജയിലിലുള്ളത് ഹൂത്തി നിയന്ത്രിത സനയിലാണ്, വടക്കൻ യമനിലാണ്. അവിടെ മറ്റ് നിയമങ്ങളൊന്നും നടപ്പാക്കുന്നില്ല. അവിടുത്തെ പ്രഖ്യാപിത സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഈ വധശിക്ഷ അടക്കം നടപ്പാക്കുന്നത് ആരെ അറിയിക്കാറ് പോലുമില്ല. ആ രൂപത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇന്ത്യ സർക്കാർ അവരുമായി ചർച്ച നടത്തുക? അങ്ങനെ ചർച്ച നടത്താൻ അവിടെ അന്തർദേശീയ അംഗീകാരമില്ലാത്ത ഹൂതികൾ ഭരിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് സർക്കാരിന് അങ്ങനെ ഔദ്യോഗികമായ ചർച്ച നടത്താനാവുക? അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കത്തിൽ കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നവരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കത്താണല്ലോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ കത്ത് കിട്ടിയിരുന്നത് സർക്കാരുകൾക്ക്
കടന്നു പോകാൻ പറ്റാത്ത വഴികളിലൂടെ കാന്തപുരത്തിന് കടക്കാൻ പറ്റിയെന്നുള്ളതാണ്. സർക്കാരുകൾക്ക് ഈ തരത്തിൽ അവിടെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മത പുരോഹിതനുമായി ചർച്ച നടത്തിയിട്ട് ഈ കാര്യം നടപ്പാക്കുക എളുപ്പമല്ല. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരുമായിട്ടേ ചർച്ച നടത്തുക സാധ്യമുള്ളൂ. ആ സാധ്യത അവിടെ അടയുന്നു എന്നുള്ളതാണ്. ഹൂതികൾ ഭരിക്കുന്നു. അവിടെ ഹൂതികൾ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സർക്കാരുകൾ പലതരത്തിൽ നേരത്തെ ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു. ഇത് പലതവണ ഇവിടെ നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നു, അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ചോദിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ആ പരിമിതികൾ അറിയിക്കുന്നു, അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശ്രമം നടത്താതിരിക്കുകയല്ല. ശ്രമം നടത്തുന്നത് അത് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയ ഫോൺ കോൾ, ആ വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം എത്രത്തോളം ഇതിൽ ഇടപെട്ടു എന്നുള്ള നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. 2020 ഈ വധശിക്ഷ പ്രഖ്യാപിക്കുന്നത്. അന്ന് മുതൽ തന്നെ അവരെ വിട്ടുകിട്ടാനുള്ള ആവശ്യം അവരുടെ കുടുംബം മുന്നോട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള സുപ്രീം കൗൺസിലിലെ തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ അത് ആത്യന്തികമായ തീരുമാനമായി തന്നെ വന്നു എന്ന രീതിയിൽ പിന്നെ വരുന്നത്. അപ്പോൾ അന്നു മുതൽ തന്നെ ഇവിടെ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ അത് ഏറ്റെടുക്കുന്നു. ചാണ്ടി ഉമ്മൻ പല ഘട്ടത്തിൽ ഗവർണറെ പോയി കണ്ടു. ഗവർണർ വിദേശകാര്യ മന്ത്രാലയത്തോട് സംസാരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അതിന്മേൽ ചർച്ചകൾ നടത്തുന്നു. ഈ രൂപത്തിൽ ചർച്ചകൾ ഒരുവിധം നടത്തുന്നുണ്ട്. ഇപ്പോൾ MA യൂസഫ് അലിയുടെ ഇടപെടലും അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ നടന്ന കാര്യം എന്താണ്? അവിടുത്തെ സൂഫി പണ്ഡിതനായ സെയ്ദ് ഉമർ ഹഫീസ് എന്ന സുന്നി പണ്ഡിതൻ, ആ പണ്ഡിതൻ്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത്. ആ പണ്ഡിതന് ഈ പറയുന്ന കാന്തപുരവുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് നേരത്തെയുള്ള അടുപ്പമാണ്. അദ്ദേഹം ഇവിടെ മർക്കസിൽ നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അവിടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായി മാറുന്നത്. അവിടെ ഈ പറയുന്ന ഈ കുടുംബത്തിന് ഈ ദിയാധനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല യഥാർത്ഥത്തിൽ. കുടുംബത്തിന് അത് വൈകാരിക പ്രശ്നമാണ്. കുടുംബത്തിന് മാത്രമല്ല, അവിടെ ഗോത്രങ്ങളുടെ കാര്യത്തിൽ ഒരു വൈകാരിക വിഷയമായിട്ട് തന്നെയാണ് ഈ തലാലിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം, ആ വിഷയത്തെ അവർ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തുക നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്ന രൂപത്തിലേക്ക് ആ ചർച്ച പോയിട്ടില്ല. കാരണം ആ കുടുംബം വൈകാരികമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. അവിടെയാണ് എല്ലാവർക്കും സ്വീകാര്യനായ സൂഫി പണ്ഡിതൻ ഇവിടെ മതം പറഞ്ഞുകൊണ്ട്, അതായത് ഖുറാനിൽ എന്തു പറയുന്നു, ഖുറാനിൽ പ്രായശ്ചിത്തത്തെ ആ രൂപത്തിൽ അംഗീകരിക്കേണ്ടതല്ലേ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ ശ്രമങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കൂ, കാന്തപുരത്തിൻ്റെ മറുപടി. അദ്ദേഹത്തോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത്. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറയുകയാണ്. ജാതിമത വേർതിരിവില്ലാതെയാണ് താൻ ഇടപെട്ടത് എന്ന് പറയുന്നു. മാത്രമല്ല അതിവിടെ അവസാനിക്കുന്നില്ല. ആ ഇടപെടൽ തുടരേണ്ടതുണ്ട്. ഇനി ഈ പറയുന്ന ദിയാധനം അതെത്രയാണ്? 8.5 കോടി എന്ന് കേൾക്കുന്നു. $10 ലക്ഷം അത് 8.5 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കണക്കാണ്, ആ തുകയാണോ നൽകേണ്ടി വരിക? ആ തുകയിലേക്ക് എങ്ങനെയാണ് ആക്ഷൻ കൗൺസിലുകൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം ആക്ഷൻ കൗൺസിൽ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നമുക്കറിയാം ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകൻ സുഭാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ വളരെയധികം ശ്ലാഘിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് മറിച്ചുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നൊരു തർക്കത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന സംശയം. ഇതിലിപ്പോൾ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല, മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ക്രെഡിറ്റ് മേൽ തർക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യമാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം സാമുവൽ ജെറോം എന്ന പ്രതിനിധിയാണ് ഇതിൽ പ്രതികരിച്ച് അദ്ദേഹം പറയുന്നു, ഇത് കേന്ദ്ര സർക്കാർ തലത്തിൽ നടന്ന ചർച്ചകളാണ്, അല്ലാതെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നരേന്ദ്രമോദി, വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യമന്ത്രി ഇവരുടെയൊക്കെ ഇടപെടലിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ കാന്തപുരത്തിൻ്റെ ഇടപെടലല്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ്, അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം, ആ ഉത്തരവിൻ്റെ കോപ്പിയും നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആര് വഴിയാണ് ആ ഇടപെടൽ നടന്നിരിക്കുന്നതെന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇടപെട്ട എല്ലാവർക്കും നന്ദിയാണ് കുടുംബം പറയുന്നത്. അവരെ സംബന്ധിച്ച് നിരന്തര പോരാട്ടമാണ്. ആ ഭർത്താവ് ടോമിയുടെ മാത്രമല്ല അമ്മ അവിടെയാണുള്ളത്. അവിടെ ചെന്നുകൊണ്ട് എല്ലാവരോടും ഒന്ന് ഇടപെടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, അവിടെ അത്ര സുരക്ഷിതമായ സ്ഥലമൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നും അത് ആവശ്യപ്പെടുന്നു. ഇത് മനുഷ്യത്വപരമായി തന്നെ സമീപിക്കും ആ കുടുംബം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു സർക്കാരുകളെയും കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാകരുത് നമ്മുടെ ചർച്ച എന്നുള്ളത്. അങ്ങനെയല്ല, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിമിതി അത് സുപ്രീം കോടതിയോടും പറഞ്ഞിരുന്നു. സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കണമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. അങ്ങനെ സുപ്രീം കോടതിക്ക് മറ്റൊരു രാജ്യത്തെ കാര്യത്തിൽ ഒരു ഉത്തരവിടാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പരിമിതിയുണ്ട്. സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ഇതിൽ സാധ്യമായിരുന്നില്ല.
അല്ല, ഒരു കാര്യം കൂടി അതിനകത്ത് ഒരു സുനിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം കൂടി, ഈ ഹൂത്തി വിമതർ എന്ന് പറയുന്നത് ഇറാന്റെ സ്വന്തം മിലിഷ്യയാണ്. അപ്പൊ ഇറാനുമായി ഇന്ത്യക്ക് സംസാരിക്കാൻ ഒരു നയതന്ത്ര ചാനൽ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇറാന് അതിൽ ഇസ്രായേൽ ഇറാൻ ഈ സംഘർഷം ഉണ്ടായ ശേഷം ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അവിടെ ഇവിടെയും ഉണ്ടാതിരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ. നേരത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പ് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. അന്ന് ആ ഘട്ടത്തിൽ ഒരു പ്രാഥമിക കൂടിയാലോചന നടന്നു. പക്ഷേ ഇറാനെ പോലൊരു രാജ്യവുമായിട്ട് ഹൂതികളുടെ കാര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കത്തെ ഇസ്രായേലും അമേരിക്കയും എങ്ങനെ വീക്ഷിക്കും എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരു മനുഷ്യാവകാശ വിഷയമാണെങ്കിൽ കൂടി. കാര്യം ഇന്ത്യ ഇതുവരെയും വടക്കൻ യമനിലെ ഹൂതി റഷീമിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവരുമായി ഇറാൻ വഴിയുള്ള ഏത് നയതന്ത്ര ചർച്ച പോലും അവരെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് ഘടകമാവും. കാര്യം അതേസമയം നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ഇന്ത്യക്ക് നയതന്ത്ര ചർച്ചകൾ നടത്താമല്ലോ. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ഇന്ത്യ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്, വ്യാപാര ധാരണകളുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, അവിടെ അങ്ങനെയല്ല. അവിടെ യമനിൽ യു എന്നും അന്തർദേശീയ സമൂഹവും അംഗീകരിച്ച ഒരു ഗവൺമെന്റ് നിലവിലുണ്ട്. ആ ഗവൺമെന്റ് റാഷിദ് അൽ അലീമിയുടെ ഗവൺമെന്റാണ്. നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത് റാഷിദ് അൽ അലീമിയുടെ ഗവൺമെന്റാണ്. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയല്ല. താലിബാൻ മാത്രമേ ഉള്ളൂ. താലിബാൻ വിരുദ്ധ ഭരണകേന്ദ്രം അഫ്ഗാനിസ്ഥാൻ ഇല്ല. അതാണ് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. അല്ല, ആ പൊസിഷൻ ശരിയാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ തീവ്രവാദികളുമായി സംസാരിച്ച ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാണ്ഡഹാർ വിമാനറാഞ്ചൽ ആ സമയത്ത് അവസാനം പാക് തീവ്രവാദികളെ വിട്ടുകൊടുക്കുമ്പോൾ ബാക്ക് ചാനൽ ഓപ്പറേഷൻ നടക്കും. ഞാനത് സർക്കാരിൻ്റെ വഴികൾ നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ നിർണായകമായ ഒരു ലോക സാഹചര്യമായിരിക്കും വരിക. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് സർക്കാരിന് സാധ്യമായത് സർക്കാർ ചെയ്തുവെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മാത്രവുമല്ല, പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. ഇന്നിപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂടി അതിനെ അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ കുറിച്ച് കൂടി പറയുന്നത്. ചാണ്ടിയൂപ്പൻ പറയുന്നുണ്ട്, ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിലാണ് അത് ചലിപ്പിച്ചത് നമുക്കറിയില്ല. നമുക്കറിയുന്നത് പ്രകാരം അതിനുള്ളൊരു സംവിധാനം അവിടെ ഇപ്പോൾ ചർച്ച നടന്നിരിക്കുന്നത് ഹുമൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ തലാലിന്റെ ബന്ധു, സർക്കാർ പ്രതിനിധി എന്നിവർ ചേർന്നിട്ടുള്ള ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഈ പറയുന്ന സുന്നി പണ്ഡിതനും ഉണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത് കേരള സ്റ്റോറി മാത്രമല്ല, ഇതാണ് മാനവികതയുടെ കഥ, മനുഷ്യത്വത്തിൻ്റെ കഥ. നന്ദി പ്രിയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അങ്ങ് മനുഷ്യനായി സ്നേഹിക്കാൻ കണ്ടതിന് വയലാർ എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ജനിക്കുന്നു എന്നാണ്. പലപ്പോഴും മതപണ്ഡിതന്മാരെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുകയും പരിധിയിൽ കവിഞ്ഞുള്ള വിമർശനങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ ഈ ഇടപെടൽ ഒരിക്കൽ കൂടി അതിൻ്റെ കാൽപ്പനികമായ സൗന്ദര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ മനുഷ്യന് ഇനിയും സാധ്യതകളുണ്ട് എന്നതിൻ്റെ ഒരു നിമിഷം കൂടിയായിരുന്നു ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. അതുകൊണ്ടാണ് ഇത് കേവലം കേരള സ്റ്റോറി മാത്രമല്ല, ഇത് മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ സ്റ്റോറി കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഈ ഇടപെടലിന് ഒരുപാട് പേർ നന്ദി അർഹിക്കുന്നുണ്ട്. അതിലൊന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഒരിക്കൽ കൂടി കേരളം കേൾക്കണം. അവിടെ പ്രതിക്ക് പ്രായശ്ചിത്തം കൊടുത്ത് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. ആ കുടുംബങ്ങൾ ആരെന്നറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചില്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. അതവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവർ അംഗീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എന്നെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ഇതൊരു യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് സർക്കാർ പോലും പരാജയപ്പെട്ടു നിൽക്കുന്നിടത്ത്, നിസ്സഹായമായി നിൽക്കുന്നിടത്ത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെയൊക്കെ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സർക്കാരിനെ മാത്രം ആശ്രയിച്ചാൽ സാധ്യമാകാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം ഈ ചർച്ചകൾ നടക്കുന്നതെല്ലാം സർക്കാർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ദിയാധനം പോലെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന് തീരുമാനമെടുക്കുന്നതിന് പരിമിതികളുണ്ട്. അത് നമ്മൾ മുൻപ് കണ്ടിരുന്നതുമാണ്. അവിടെ പൊതുസമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് പ്രാധാന്യം ഉള്ളത്. നോക്കൂ, യമനിലെ അവസ്ഥ എന്താ?
യമനിലെ പൊതു അവസ്ഥ എന്നുള്ളത് അത്രമേൽ അരക്ഷിതമായ അവസ്ഥയാണ്. യമനിൽ 2 സർക്കാരുകൾ ഇപ്പോഴുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വടക്കൻ യമൻ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അവിടെ സനയടക്കമുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നതാവട്ടെ അന്താരാഷ്ട്ര സമൂഹം ഇന്നേ വരെ അംഗീകരിക്കാത്ത നിയമരീതികളും ശിക്ഷാരീതികളുമാണ്. ഇന്നും ഏറ്റവും ക്രൂരമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ഏതൊക്കെ രീതിയിലാണെന്നറിയാമോ? കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട് യമനിൽ. അടുത്ത കാലത്ത് അത് കുറച്ച് കുറവാണ്. വധശിക്ഷ നടപ്പിലാക്കുന്നത് വെടിവെച്ച്, അതായത് ഒരൊറ്റ വെടിക്ക് ജീവൻ വെടിയണം എന്നുള്ളതാണ് അവരുടെ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹൂതികളാകുമ്പോൾ അത് പുറം ലോകം അറിയാറുമില്ല പലപ്പോഴും. ആ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തല വെട്ടുക എന്നുള്ളത്, ഒറ്റ വെട്ടിന് ശിരച്ഛേദം ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രാകൃതമായിട്ടുള്ള വിധി. ചാട്ടവാറടിയോടുകൂടിയാണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടതെന്ന് അവരുടെ ഹുദൂദ് എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ഹൂതികളുടെ നിയമപുസ്തകത്തിലും ശിക്ഷാവിധിയിലും പറയുന്നു. ഏതിനൊക്കെയാണ് വധശിക്ഷ വിധിക്കുന്നതെന്ന് അറിയാമോ? അതായത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കുറ്റങ്ങളുടെ പട്ടികയിൽ ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ പോലും വധശിക്ഷയ്ക്ക് വിധേയമാണ് യമനിൽ. ഏതാണ്? ഒന്ന് സ്വവർഗ പ്രേമം. സ്വവർഗ പ്രണയത്തിന് വധശിക്ഷ കൊടുക്കുന്ന രാജ്യമാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല എന്ന് ഓർമ്മിക്കണം, പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും, മാനസിക വൈകല്യമുള്ളവരെ പോലും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പ്രാകൃതമായ ഏർപ്പാടുള്ളതാണ് ഈ ഹൂതി ഭരിക്കുന്ന ഈ വടക്കൻ യമൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളും പാലിക്കാത്ത ഹൂതി വിഭാഗം ഭരിക്കുന്ന ഒരിടമാണ് ഈ യമൻ എന്ന് പറയുന്നത്. ആ ഭാഗത്താണ്, വടക്കൻ യമൻ എന്ന് പറയുന്ന ഈ സനയിലെ ഭാഗത്താണ് നിർഭാഗ്യവശാൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരിക്കുന്ന റാഷിദ് അൽ അലീമിയുടെ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ പരിമിതികളേറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നയതന്ത്ര ബന്ധം ഒരു ഒഫീഷ്യൽ ചാനൽ റൂട്ട് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല യമനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എംബസി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. പകരം അത് ജിബൂട്ടി വഴിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ വഴി മാത്രമേ അപ്പോഴും സംസാരിക്കാൻ പറ്റൂ. പക്ഷേ ആരുമായി സംസാരിക്കണം? നിങ്ങൾക്ക് സംസാരിക്കാൻ മെഹ്ദി അൽ മഷീദുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നമുക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായുള്ളൊരു ഹോട്ട് ചാനൽ ഇന്ത്യൻ സംവിധാനത്തിലില്ല. വടക്കൻ യമൻ ഭരിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ ആരുമായിട്ട് സംസാരിക്കും? ആരെയാണ് കാണേണ്ടത്? തലാലിൻ്റെ കുടുംബം ആരാണ്? എവിടെയാണുള്ളത്? ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ആർക്കുമില്ല. പൂർണ്ണമായും ഇരുട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതന്മാരെ മധ്യസ്ഥതയോട് കൂടി ചേർത്ത് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ്, ഒരു അധ്യായം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നന്ദി ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും ഇന്ന് കാന്തപുരത്തെ അഭിനന്ദിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. ചേർത്ത് പിടിക്കേണ്ടതാണ് ആ കരുതൽ എന്ന് പറയുന്നത്. അത് കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഞാൻ ഇത് ഓർമ്മിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഫയലിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം. എനിക്ക് തോന്നുന്നു V മുരളീധരനാണ് എന്ന് തോന്നുന്നു കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് നിംസിൽ പോയി ഉമ്മൻചാണ്ടിയെ കാണുന്നു. ഉമ്മൻചാണ്ടി അന്ന് മുരളീധരനോട് പറഞ്ഞതായിട്ട് V മുരളീധരൻ്റെ ഒരു ബൈറ്റ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. V മുരളീധരൻ പറയുന്നത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചല്ല ഉമ്മൻചാണ്ടി പറഞ്ഞത്, പകരം നിമിഷപ്രിയയെക്കുറിച്ച് പറയാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത് എന്ന് അന്ന് V മുരളീധരൻ പറയുന്നുണ്ട്. ഇതേ കാര്യം യൂസഫ് അലിയെക്കുറിച്ചും പറയുന്നുണ്ട്. യൂസഫ് അലി അന്ന് ആലുവയിൽ ഗസ്റ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടിയെ കാണാൻ വരുന്ന സമയത്ത് അന്ന് വളരെ നേർത്ത ശബ്ദത്തിൽ ഉമ്മൻചാണ്ടി പറയുന്നത് നിമിഷപ്രിയ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും അവസാന നിമിഷം പോലും നിമിഷപ്രിയയുടെ മോചനത്തിനുമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കണമെന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഗവർണറെ പോയി കണ്ടതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതും. ഇപ്പോൾ എനിക്ക് ചില വിവരങ്ങൾ അറിയാം, നമ്മളിൽ പലർക്കും ആ വിവരങ്ങൾ അറിയാം. ചാണ്ടി ഉമ്മൻ ഇന്ന് പുലർച്ചെ വരെ യമനിലെ ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണോ എന്നതിലൊരു ഔദ്യോഗിക കൺഫർമേഷൻ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോലും അത് ക്ലെയിം ചെയ്യാത്തത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഇടപെട്ടിട്ടാണ്. അങ്ങനെ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പക്ഷേ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അത് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടും അതേപോലെ ദയാധനം ശേഖരിക്കുന്ന കാര്യത്തിലുമൊക്കെ ചാണ്ടി ഉമ്മൻ്റെ ഉറപ്പിനെക്കുറിച്ച് കാന്തപുരം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാന്തപുരം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മരിച്ചുപോയെങ്കിലും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മകൻ ചാണ്ടി ഉമ്മനും ആ അർത്ഥത്തിൽ പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഒരു വിഭാഗത്തിലുള്ള ആളുകളെ കൂടി മറന്നു പോകരുത്, റഹീം ട്രസ്റ്റ്. എന്താ കാരണം? റഹീം ട്രസ്റ്റിൻ്റെ മിച്ചമൂല്യത്തിൽ വന്ന അല്ലെങ്കിൽ മിച്ചധനം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു തീരുമാനം അവരിൽ ചില ആളുകൾ എടുത്തിരുന്നു. നോക്കൂ,
ഏതു മതത്തിൽപ്പെട്ടവരുമാവട്ടെ, മരണത്തിനു മുന്നിൽ നിങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് മാനവികതയും റിയൽ സ്റ്റോറിയും ഒക്കെ പൂക്കുന്നത്. അതിനൊരുമിച്ച് കുറച്ച് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അരുള്, അൻപ, അനുകമ്പ, ഇവ മൂന്നിനും പൊരുളാണൊന്ന് ജീവതാരകം എന്ന് പറയുന്നത് പോലെ ഒരു മനോഹരമായ നിമിഷമായിട്ടത് മാറുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആയുസ് അല്പം നീട്ടിക്കൊടുക്കുമ്പോൾ, അതിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അങ്ങെടുത്ത ഈ തീരുമാനം നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യരെ മനുഷ്യരായി കണ്ട് ജീവിക്കാൻ പ്രതീക്ഷയോടുകൂടി നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഈ നാടിൻ്റെ വൈവിധ്യത്തിൻ്റെ സമ്പന്നത കൂടിയാണ്. നോക്കൂ, പരാജയപ്പെട്ട എല്ലാ മനുഷ്യരും നിൽക്കുന്ന സമയത്ത് 94 വയസ്സുള്ളൊരു മനുഷ്യൻ തൻ്റെ പണ്ഡിത ശ്രേഷ്ഠന്മാരായ സുഹൃത്തുക്കളെയും സമൂഹത്തെയും ചേർത്ത് പിടിച്ച് ഒരു താൻ ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത, താൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, താൻ ഇന്നേവരെ പോയി ചർച്ച ചെയ്തിട്ടില്ലാത്ത മനുഷ്യരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. ലോകത്തിൻ്റെ 2 കോണുകളിലിരുന്ന് ഈ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിന് ഭാഷ പ്രശ്നമാണ്, പക്ഷേ അവർ സംസാരിക്കുന്ന വിഷയത്തിന് ഭാഷ വിഷയമേ ആയിരുന്നില്ല. അത് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ജീവൻ്റെ ഭാഷയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അങ്ങേക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി. ഒപ്പം ചാണ്ടിയുമ്മന്, ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക്, കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അടക്കം ഇതിനുവേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ്. ആ അർത്ഥത്തിൽ ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി. എന്ന് മാത്രമല്ല, വഴി തീർന്നിട്ടുമില്ല. ഇനി എത്ര ദൂരം കിടക്കും? ഇനി ദൂരമുണ്ട്. ഇനിയാണ് നമ്മൾ ഒരുമിച്ച് ഇനിയാണ് പോകേണ്ടത്. റൈറ്റ്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേള സ്റ്റോറി എന്നാണ് ചോദ്യം. ജിമ്മി, ഇത് തന്നെയാണ് കേരളത്തിൻ്റെ കഥ. പക്ഷേ ഇതിനെ കേരള സ്റ്റോറി എന്ന് വിളിക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് സങ്കടം. കേരള സ്റ്റോറിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു മുസ്ലിം നാമധാരിയായ ഒരു മതപുരോഹിതൻ, ഒരു മുസ്ലിം അല്ലാത്ത നിമിഷപ്രിയ എന്ന യുവതിക്ക് വേണ്ടി ഇറങ്ങുന്നു. അതൊരു വലിയ സംഭവമായി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. കാരണം കേരളത്തിൻ്റെ ചരിത്രം ഇങ്ങനെ തന്നെയായിരുന്നു എത്രയോ കാലമായി. ഈ പേര് നമുക്ക് തന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 2023 റിലീസായതാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളെ, സ്ത്രീകളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അവരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ഒരു സിനിമ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഒരു സിനിമ കൂടി ഇറങ്ങിയിരുന്നു, 2018 ടൊവിനോ തോമസ് അഭിനയിച്ച സിനിമ. ഞാൻ പാലായിൽ വെച്ചിട്ടാണ് ഈ 2018 സിനിമ കാണാൻ പോകുന്നത്. ആ 2018 കഥ അറിയാമല്ലോ. കേരളത്തിൽ എല്ലാവരും ഒരു വലിയ പ്രളയത്തിൽ പെടുമ്പോൾ കുറേ മനുഷ്യർ വന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിൽ സ്വമേധ ആദ്യം പുറപ്പെടുന്നു, പിന്നീട് സർക്കാർ അവരെ സഹായിക്കുന്നു. അവർ വന്ന് മെയ് മറന്ന് സഹായിച്ച ആളുകളെ ഉയർത്തുന്ന സിനിമയാണ്. മത്സ്യത്തൊഴിലാളികൾ ഒരു പരിചയമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നിലത്ത് കിടന്നു കൊടുക്കുകയാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടിയ ആളുകൾ കയറി പോവുകയാണ്. അതായിരുന്നു 2018 സിനിമ. ഞാൻ കണ്ടതൊരു സെക്കൻഡ് ഷോയാണ്. അന്ന് അതേ തിയേറ്റർ കോംപ്ലക്സിൽ പാലായിൽ ഈ കേരള സ്റ്റോറി ഓടുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, ഇതിൻ്റെ അത്രയും ആൾ, 2018 അത്രയും ആൾ കേരള സ്റ്റോറി കാണാനുണ്ടായിരുന്നു. സത്യത്തിൽ മലയാളി ഒരു വലിയ അപകടം വരുമ്പോൾ, ഒരു വലിയ ദുരന്തമുഖത്ത് ലോകത്തിലെല്ലാവരെയും പോലെ ഒന്നിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മാറിപ്പോകുന്നുണ്ടോ? ഇതാണൊരു പ്രശ്നം. ആ സിനിമയ്ക്ക് അന്ന് കാണാൻ വന്ന ആളുകളുടെ മനോവികാരം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ അറിയാം. അതുപോലെ തന്നെ ആ പ്രശ്നം കഴിയുമ്പോൾ മറ്റ് പല സ്ഥലത്തിലെയും ജനങ്ങളെയും പോലെ മാറിപ്പോകാനും അറിയാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ 2018 പോലൊരു സിനിമയ്ക്ക് തുല്യമായി കേരള സ്റ്റോറി എങ്ങനെയാണ് കേരളത്തിൽ ഓടിയത്? നിമിഷപ്രിയയുടെ സംഭവത്തിന് മുമ്പ് വേറൊരു വിഷയം തന്നെ, ബ്ലഡ് മണി നമ്മൾ കളക്ട് ചെയ്തറിയാമല്ലോ. അവിടെയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം. 36 കോടി രൂപ ആണ് അന്ന് പിരിക്കാൻ ടാർഗറ്റ് ഇട്ടത്. 48 കോടി രൂപ കേരളത്തിലെല്ലാവരും പിരിച്ചു. അതിനുശേഷമാണ് നിമിഷപ്രിയയുടെ സ്റ്റോറി വരുന്നത്. മലയാളികൾ ഓർക്കണം, അത്ര ചെറുതല്ലാത്ത ഒരു ഓൺലൈൻ മീഡിയം. അതെന്താ, നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശ്രമങ്ങളൊന്നും നടക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും അത്ര പരസ്യമായിട്ടല്ലാതെ ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് നിമിഷപ്രിയയുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലാവുകയായിരുന്നു. അപ്പോൾ എന്താണ്, അബ്ദുൾ റഹീം രക്ഷപ്പെടുന്നു, നിമിഷപ്രിയ രക്ഷപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു നറേറ്റീവ് കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അതിന് കൈയടിക്കാനും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും വന്ന ആളുകൾ, ഞാൻ ആ മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന മാധ്യമം തന്നെയാണ്. അതിൻ്റെ താഴെയൊക്കെ ഇത്തരം കമൻറ്റുകൾ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് എന്താണ് കാര്യം? യമൻ വേറെയാണ്, സൗദി അറേബ്യ വേറെയാണ്, യമനിലെ സാഹചര്യങ്ങൾ വേറെയാണെന്ന് മനസ്സിലാകാത്തവരായിരിക്കുമോ? അത്ര നിഷ്കളങ്കരായിട്ടുള്ളവരായിരിക്കുമോ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് നിമിഷപ്രിയയ്ക്ക് ഒരു സാധ്യത മുന്നിൽ വരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആകുന്നു. അതോടുകൂടി നമ്മളെല്ലാവരും കൈയടിക്കുന്നു. ഭാഗ്യം.
കാന്തപുരമായത്. ഒരുപക്ഷെ കാന്തപുരത്തിൽ ഇടപെടാൻ പറ്റാതെ വേറൊരു ഹിന്ദു ആയിരുന്നു ഇടപെട്ടിരുന്നെങ്കിലോ കേരള സ്റ്റോറി ഇല്ലേ? അതും കേരള സ്റ്റോറിയാണ്. കേരളത്തിൻ്റെ ചരിത്രം അതാണ്. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ രക്ഷിക്കുമ്പോഴോ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ രക്ഷിക്കുമ്പോഴോ അല്ല കേരള സ്റ്റോറി. കേരളത്തിൻ്റെ ചരിത്രം ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മറ്റുള്ള സമരങ്ങൾക്ക് വേണ്ടി അല്ല, വിശ്വാസികളും അവിശ്വാസികളുമൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമാണ്. എന്തിന്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പങ്കെടുത്തിട്ടില്ലേ? കൃഷ്ണപിള്ളയ്ക്ക് അടി കിട്ടിയത് എവിടെ വെച്ചാണ്? അത്തരം ഒരു ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ നറേറ്റീവ് നടക്കുമ്പോൾ നമുക്ക് ഇത്തരം ചില ഇമേജുകൾ വെച്ചിട്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയേണ്ടി വരുന്നത് മലയാളിയുടെ ഒരു തരത്തിലുള്ള ഒരു ഗതികേടാണ്. ഒരു കഥ കൂടി പറയാം. ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു താർ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു. ലേലം നടക്കുകയാണ്. അമൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ താർ ലേലത്തിൽ പിടിക്കാൻ പറ്റുന്നത്. 15 ലക്ഷം രൂപ. വേറെ ആരും വന്നില്ല, അതാണ് സത്യം. അധികം പഴയ കഥയല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രേക്ഷകർ. അന്ന് ഇത് വലിയ വിവാദമാവുകയും ഒരു ഹിന്ദു സംഘടന കേസിന് പോവുകയും ചെയ്തു. അവസാനം ഈ അമൽ മുഹമ്മദ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി. പുനർലേലം നടത്തി. അവസാനം ഒരു ഹിന്ദു തന്നെ ഈ താർ ലേലത്തിൽ പിടിച്ചു. അപ്പോഴാണ് പലരുടെയും മനസ്സൊന്നടങ്ങിയത്. ഇതും കേരളമാണ്, ഇതും കേരളമാണ്. ഈ കേരളത്തിനകത്ത് നമ്മൾ ഇത്തരം ചില ബിംബങ്ങളെ വെച്ച് നമ്മൾ പഴയ കേരളമാണെന്ന് സമാധാനിക്കപ്പെടുകയാണോ, ആശ്വസിക്കുകയാണോ? ഇപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയാളുടെ ഇതും അറിയപ്പെടുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം ദുരൂഹം, അന്വേഷിക്കണം. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞു. അതായത് ഹൂതികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്. അപ്പോൾ ഈ കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ഹൂതികളുമായി ബന്ധം? അത് അന്വേഷിക്കണം. ന്യായമായ ചോദ്യം. പക്ഷേ നോക്കൂ, ഏത് ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ ഇടപെട്ട ഒരു വിഷയത്തിൽ ചിലപ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റും എന്ന ഒരു ശ്രമത്തിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഇതാണ് ചെയ്യാൻ തോന്നുന്നത്. ന്യായമായ ഒരു കാര്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്ത എത്ര വികലമായിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനധികം പറയുന്നത്? തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരംകാരനാണ്, ഒരു മുസ്ലിമിന് വീട് കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. എനിക്ക് കൊച്ചിയുടെ കാര്യം അറിയില്ല, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ തിരിച്ചും വരുന്നതായി ഞാൻ കേൾക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കൊക്കെ ഒരു വശത്ത് നിന്ന് കാറും തിന്നാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അല്ലെങ്കിൽ പിന്നെ അബ്ദുൾ റഹീമിന് ഇവിടെ ദിയാധനം കൊടുക്കാൻ ആളുണ്ട്, നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആളില്ല എന്ന് പറയുകയും ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന കള്ളക്കഥ, ഒരു സ്ത്രീ പോലും അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നിട്ടും ആയിരക്കണക്കിന് സ്ത്രീകൾ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്ന കള്ളക്കഥയാണ് ആളുകളുള്ള ഒരു സ്ഥലം. ഒരു ക്ഷേത്രത്തിൽ പൊതുലേലത്തിന് വെച്ച ഒരു വണ്ടി ഒരു മുസ്ലിം വാങ്ങിച്ചതിന് വലിയ വിവാദമുണ്ടാക്കുന്ന ഒരു നാട്. നമ്മൾ ഇതിനെയാണോ കേരള സ്റ്റോറി എന്ന് വിളിക്കേണ്ടത്? അതല്ലേ എൻ്റെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടേണ്ടത്, നമ്മൾ വിഷമിക്കേണ്ടത് അവിടെയാണ്. കാന്തപുരത്തിൻ്റെ ഈ മിഷൻ ചിലപ്പോൾ നാളെ പരാജയപ്പെട്ടേക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഒരു ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഏരിയയാണ്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിലെ ഷിയ വിഭാഗമാണ്. കാന്തപുരം സംസാരിക്കുന്ന ആൾ സൂഫി വര്യനാണ്. സൂഫികൾ ഷിയകളുമായി ബന്ധമില്ലാത്ത സുന്നി വിഭാഗമാണ്. അപ്പോൾ ഇത് നടക്കുമോ? നടന്നാൽ തന്നെ ഏത് ഘട്ടം വരെ പോകും? സത്യത്തിൽ ഇങ്ങനെ ശരിക്കുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. നാളെ ചിലപ്പോൾ ഇത് പൊളിഞ്ഞു പോയേക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് കാന്തപുരത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറുമോ? അതെ. ഇത് മാത്രമല്ല, ഇനി കേരളത്തിൽ വരുന്ന ഇത്തരം ഏത് പ്രശ്നവും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണമെന്ന് വരുമോ? അറിയില്ല. ചുരുക്കത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ സ്കൂൾ സമയമാറ്റം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്കൂൾ സമയമാറ്റത്തിൽ മൗലികവാദികൾ, പുരോഹിതന്മാർ വളരെ മോശം നിലപാടെടുക്കും നമ്മൾ പറയുന്നുണ്ട്. ശരിയാണ്, ഞാനും അതിൻ്റെ കൂടെ തന്നെയാണ്. അതേസമയം ശബരിമല വിഷയം വന്നപ്പോൾ കോടതി വിധി ഉണ്ടായിട്ടും ആ കോടതി വിധിയെ പുല്ലുവരെ കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ശബരിമല കയറാൻ വന്നവരെ അടിച്ചൊതുക്കിയപ്പോൾ ഇത്രയും വലിയ വികാരം നമ്മൾ കണ്ടില്ലല്ലോ. അന്നിവിടുത്തെ മാധ്യമങ്ങളടക്കം ചുവട് മാറിയത് നമ്മൾ കണ്ടതല്ലേ? അതിന് പ്രശ്നമില്ലേ? നോക്കൂ, എൻ്റെ പ്രശ്നം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇറങ്ങി അവരുടെ മതേതരത്വം തെളിയിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക്, കേരള സ്റ്റോറി എന്ന് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നെങ്കിൽ വളരെ വളരെ മോശമാണ്. അങ്ങനെ മാറാതിരിക്കട്ടെ. ഇതിനകത്തൊരു സാങ്കേതിക വിഷയം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിലെല്ലാം പല ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ്. ഒന്ന്, ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യാജ കത്താണോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം.
നമ്മുടെ സോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതവിടുത്തെ പ്രോസിക്യൂട്ടറിൻ്റെ, അതായത് കോടതിയിൽ നിന്നുള്ള കത്തല്ല, ഇതൊരു പ്രോസിക്യൂട്ടറിൻ്റെ കത്താണ്, ഇത് തന്നെ വ്യാജമായി ഉണ്ടാക്കിയ കത്താണ് എന്ന മട്ടിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ കത്തിൽ പറയുന്നത് പോലെ യമൻ റിപ്പബ്ലിക് ന്യായമന്ത്രാലയം അവിടെ പ്രത്യേക ക്രിമിനൽ പ്രോസിക്യൂഷൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അത് വളരെ കൃത്യമായി സീലോട് കൂടി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാലൊരു സംശയം, അതിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിലൊരു വാട്ടർമാർക്ക് പോലെ അടയാളം വന്നത് എന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. അതിനുള്ള തൃപ്തികരമായ വിശദീകരണം എന്ന് പറയുന്നത്, അത് ഈ ഓൺലൈനായിട്ട് വരുന്നതിൻ്റെ കോപ്പി എടുക്കുന്നത് കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ് അതിനൊരു വാട്ടർമാർക്ക് ഇടുന്നത്. അതല്ലാതെ വാട്ടർമാർക്ക് യമനിൽ നിന്ന് വരുന്നതല്ല. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്പർ 2, ഇതിൽ തീയതി 14 എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ രീതിയിലുള്ള ഒരു സംശയം ചില ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, അതിൻ്റെ തീയതി നോക്കുമ്പോൾ 14, ഇന്ന് തീയതി 15 അപ്പോൾ ഇത് ഡേറ്റ് മാറിയിട്ടിരിക്കുന്നത് വ്യാജകത്തല്ലേ? അല്ല, ഇന്നലെ ചർച്ച നടത്തിയതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഉത്തരവെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇവരുടെ കയ്യിൽ കിട്ടുന്നത് ഇന്ന് 15 തീയതിയാണ് എന്നതാണ് നമ്മൾക്ക് കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നമുക്ക് ആശങ്ക വേണ്ടതല്ല. കത്ത് വ്യാജമാണോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ അതല്ല. നമ്പർ 2, അതിലെ ഡേറ്റ് 14 തീയതിയാണ് എന്നുള്ളത് കൊണ്ട് അതിലും അപാകതയില്ല. സാങ്കേതികമായി അത് നമുക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അറിയേണ്ടത്, ഇത് വധശിക്ഷ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയല്ല ചെയ്തത്, മറ്റൊരു തീയതിയിലേക്കും നീട്ടിവെച്ചിരിക്കുകയാണ്. ആ തീയതി നീട്ടിവെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത്. ഇനിയാണ് അതിൽ നിയാധനത്തിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോഴും ഈ കുടുംബത്തെ നേരിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ചാണ്ടിയുമ്മനും നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വീഡിയോ കോൾ വഴി ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നറിയുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് ഉറപ്പില്ല ആ സംസാരിച്ചിരിക്കുന്നത് കുടുംബമാണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം അത് തുറന്നു പറയാത്തതും. അപ്പോൾ ഇതാണ് അതിലെ വസ്തുത. അതുകൊണ്ട് ഇനി നാളുകളിൽ എന്തും സംഭവിക്കാം. ഇതേ നിയമം ഇതേപോലെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചേക്കാം, ഒരുപക്ഷേ ഈ മധ്യസ്ഥം. പക്ഷേ ചുരുങ്ങിയ പക്ഷം അത് നീട്ടിവെക്കാൻ സാധിച്ചു. ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്കിനി ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ഇതല്ലേ കേരള സ്റ്റോറി എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം ഇതാണ് കേരള സ്റ്റോറി എന്ന് തന്നെയാണ്. Meet the editors.